Hello friends, welcome to Electron College. We will discuss the DC machine topics. Important topics are discussed. DC machine continuation തന്നെ നമ്മൾ DC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ DC മോട്ടറിൽ പറയുമ്പോൾ we have told that ഇതിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. എന്താണ് ഡിഫറൻസ്? നമ്മൾ ജനറേറ്ററിൻ്റെ കേസുകൾ എടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് വേണ്ടത്? ഇലക്ട്രിക്കലാണ് വേണ്ടത്. അപ്പോൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. വേറാസ് ഇൻ ദ കേസ് ഓഫ് യുവർ മോട്ടർ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യല്ല, ആക്ച്വലി നമ്മളവിടെ മെക്കാനിക്കലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, ശരിയല്ലേ? അപ്പോൾ ആ മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ എനർജി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ കൊടുക്കുന്ന എനർജി അല്ലെങ്കിൽ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അതൊരു EMF ആണ്. ഓക്കെ, EMF ആണ് അതിൻ്റെ കാരണക്കാരൻ. അപ്പം അവിടെ എന്താണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് EG ആയിരുന്നു. അതിൻ്റെ നേരെ കൗണ്ടർ പാർട്ടാണ് നമ്മളിവിടെ EB എന്ന് പഠിക്കുന്നത്, അതായത് ബാക്ക് EMF. ഓക്കെ, അപ്പോൾ ആ ബാക്ക് EMF ഈ മോട്ടറിൻ്റെ പ്രിൻസിപ്പിളിലുള്ള സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് അറിയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക, സിഗ്നിഫിക്കൻസ് ഓഫ് ബാക്ക് EMF. എന്താണ് ഈ ബാക്ക് EMFിൻ്റെ പരിപാടി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇക്വേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷെ എന്താണ് ബാക്ക് EMF, ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കൺസെപ്റ്റ് നോക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ബാക്ക് EMF ഉദ്ദേശിക്കുക, ബാക്ക് EMF കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് whenever a conductor cuts the magnetic field, EMF is induced in that conductor. ശരിയാണല്ലോ? ഞാൻ ചെറിയ ഫിഗറിലൂടെ നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ ആ ഫിഗർ എന്ന് പറയുന്നത്, ഓക്കെ, നമ്മളത് ജനറൽ ഇത് ഇപ്പം നമുക്ക് അറിയാം EMF ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആർമേച്ചർ കണ്ടക്ടറിലേക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സപ്ലൈ കൊടുക്കണ്ടേ? നമ്മളൊരു എക്സ്റ്റേണൽ സപ്ലൈ കൊടുത്താൽ മാത്രമല്ലേ അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ പറയുന്ന ആർമേച്ചർ കണ്ടക്ടറിലേക്ക് എത്തുള്ളൂ, ശരിയല്ലേ? ഞാൻ അതിനൊരു ചെറിയൊരു ഫിഗർ റെപ്രസെൻറ്റേഷൻ നടത്താം, സോ ദാറ്റ് യു വിൽ ബി ക്ലിയർ. എന്താണ് നമ്മളെ ബാറ്ററി അല്ലെങ്കിൽ നമ്മളെ സപ്ലൈ? ഓക്കെ, ബാറ്ററി അല്ലെങ്കിൽ എക്സ്റ്റേണലി കൊടുക്കുന്ന സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, നമുക്കിവിടെ ബ്രഷസ് ഉണ്ടാവും. Similarly, you will be having brushes here also. ഈ സപ്ലൈ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടെർമിനലുകളിൽ കൂടെ ആരെ കണക്ട് ചെയ്യുന്നു? ബ്രഷസിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രഷസ്. ഓക്കെ, ഇതാരാണ്? ഇതാണ് നിങ്ങളുടെ കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ഈ ബ്രഷുകൾ വഴിയാണ് നമ്മൾ ഏതിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുന്നത്? ബ്രഷുകൾ വഴിയാണ്. ബ്രഷാണ് ഒരു പാത്തായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തിലേക്ക്? നമ്മളുടെ കറണ്ട് ഫ്ലോ, അതായത് എവിടെയാണ്? ആർമേച്ചർ കണ്ടക്ടർ. ഇതാണ് നമ്മുടെ ആർമേച്ചർ കണ്ടക്ടർ. ഓക്കെ, ഇവിടെ നമ്മുടെ മാഗ്നറ്റും ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മുടെ മാഗ്നറ്റും ഉണ്ടാവും. അവിടെ നിൽക്കട്ടെ, പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പറഞ്ഞു തരുന്ന പോയിന്റ്, എക്സ്റ്റേണൽ സപ്ലൈ നമ്മൾ പാസ് ചെയ്യുന്നു. എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു? ആർമേച്ചർ കണ്ടക്ടറിലേക്ക് പാസ് ചെയ്യുന്നു. ഈ സപ്ലൈ കാരണം അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. എവിടെ? ആർമേച്ചർ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, ശരിയല്ലേ? ആ EMF കാരണം എന്തുണ്ടാവും അവിടെ? എന്ത് കിട്ടും നമുക്ക്? കറണ്ട്. EMF ദിസ് EMF കോസസ് ദ കറണ്ട്. കറണ്ട് വിൽ ബി ഫ്ലോൺ.
ആൻഡ് ഡ്യൂ ടു ദിസ് കറണ്ട് വാട്ട് ഹാപ്പൻസ്, ഈ കണ്ടക്ടറിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഉണ്ടാവുന്ന ഷാഫ്റ്റ്, അതിൽ ഫിഗറിൽ കാണുന്നില്ല, നമ്മളത് പറയുന്നില്ല, അതെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മളൊരു ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച്, കറങ്ങണ്ട ഈ സാധനം, അപ്പോൾ ഒരു ഷാഫ്റ്റുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യുന്നു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ടോർക്ക് പ്രൊഡക്ഷൻ നടക്കുന്നു, ടോർക്ക് കാരണം ഷാഫ്റ്റ് തിരിയുന്നു, അങ്ങനെ ദ കണ്ടക്ടർ സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ്. ഓക്കെ, ഈ കണ്ടക്ടറിന്റെ മോഷൻ നമ്മൾ തരുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണ്. ഈ കണ്ടക്ടറിന്റെ മോഷനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, കണ്ടക്ടറിന്റെ മോഷൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. പക്ഷെ ഇതിന്റെ ഡയറക്ഷനെ ഡിഫൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡയറക്ഷൻ നമുക്ക് അറിയണമെങ്കിൽ നമുക്കത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണ് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF, അതായത് ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. ഈ ഇൻഡ്യൂസ് ചെയ്ത EMFനെ വിളിക്കുന്ന പേരാണ് ബാക്ക് EMF. ക്ലിയർ? ആ ബാക്ക് EMFന്റെ ഡയറക്ഷൻ കാണാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? ഇത് നിങ്ങളുടെ തമ്പാന്ന് വിചാരിക്കും, ഇത് നിങ്ങളുടെ 4 ഫിംഗർ, അതായത് നമ്മുടെ ചൂണ്ട് വിരൽ. ഇവിടെ നിങ്ങളെ 3 ഫിംഗറുകൾ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ മിഡിൽ ഫിംഗർ ഉണ്ടാവും, ഇത് 4ാമത്തെ 5ാമത്തെ ഫിംഗർ. ഓക്കെ, ഇത് നിങ്ങളെ മിഡിൽ ഫിംഗർ. എന്താണ് തമ്പ്? ഇത് ചോദിക്കാറുണ്ട്, തമ്പ് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ കണ്ടക്ടറിന്റെ മോഷൻ. അപ്പോൾ കണ്ടക്ടർ കറങ്ങുന്ന, അല്ലെങ്കിൽ ആ മോഷന്റെ അടുത്തേക്ക് തമ്പ് പിടിക്കുക. ഇവിടെ ഈ 4 ഫിംഗറിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലാണ് നോക്കുക. ഈ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ ഈ കേൾഡ് ഫിംഗറുകളാണ് നമ്മൾ എന്തിനാ നമുക്ക് തരുന്നത്? ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനെ തരുന്നത്. ക്ലിയർ? ഇതാണ് ഇതിന്റെ റൂള്. അപ്പം നമ്മൾ ഈ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഈ പറഞ്ഞ ഫിഗറിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ്, നമുക്കൊരു കാര്യം ഇതിൻ്റെ അകത്ത് മനസ്സിലാവും. നിങ്ങൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ EMF, കിട്ടിയ ഇൻഡ്യൂസ്ഡ് EMF, ആ ഇൻഡ്യൂസ്ഡ് EMF ആണ് ഈ ബാക്ക് EMF അല്ലെ, അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ബാക്ക് EMF. ഈ ബാക്ക് EMF ഇറ്റ് വിൽ ബി അല്ലെ ഇതിന്റെ ഡയറക്ഷൻ, ഈ ബാക്ക് EMFന്റെ ഡയറക്ഷൻ വിൽ ബി കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ടു യുവർ സപ്ലൈ വോൾട്ടേജ്. ഇതാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ബി. ഈ സപ്ലൈ വോൾട്ടേജിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFന്റെ ഫ്ലോ. ഓക്കെ, അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലെൻസ് ലോ എന്നുള്ളതാണ് അതിന്റെ റീസൺ. എന്താണ് ലെൻസ് ലോ പറയുന്നത്? ലെൻസ് ലോ പറയുന്നത് കോസ് ഓൾവേസ് ഒപ്പോസസ് ദ എഫക്ട്. എന്താണോ എഫക്റ്റ് അതിനെ ഈ കോസ് ഒപ്പോസ് ചെയ്യും. ഓക്കെ, നമ്മളുടെ എഫക്റ്റ് എന്താ? നമ്മളെ ബാക്ക് EMF ആണ് നമ്മൾ അൾട്ടിമേറ്റ് ഉണ്ടാവുന്നത്. ഇതിനുള്ള കാരണക്കാരനാരാ? വോൾട്ടേജ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആവുന്നത്? അത് ഞാൻ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് സപ്പോസ് യു ആർ ഹാവിങ്, ഇത് ഞാൻ ചെറിയൊരു ഈക്വലന്റ് പോലെ വരക്കുവാണ്. ഇത് നിങ്ങളുടെ വോൾട്ടേജ്, സംശയമൊന്നുമില്ല. ഇതാണ് നിങ്ങളുടെ ഈ ബാക്ക് EMF എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ആക്ച്വലി ഈ കണ്ടക്ടറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവം? കണ്ടക്ടറുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിലുകൾ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഇൻഡക്ടർ അല്ലേ? സാധാരണ ഒരു ഇൻഡക്ടർ അല്ലേ ഈ സാധനം അല്ലെ? ഓക്കെ, അതിന് മുന്നേ അത് പറയാം. അപ്പൊ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി പറയാതിന് മുന്നേ അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇതാണല്ലോ നിങ്ങളുടെ എക്സ്റ്റേണലി സപ്ലൈ വോൾട്ടേജ് പ്ലസ് V. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ അൾട്ടിമേറ്റ്ലി ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. എവിടെ? ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ അല്ലെ? ആർമേച്ചറിൽ ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ പറയുന്നു ഈ ബാക്ക് EMF ഏതിനെ ഒപ്പോസ് ചെയ്യും? അപ്ലൈഡ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. അതായത് ഇതിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്
വെൻ യു ആർ ഗിവിംഗ് യുവർ സപ്ലൈ വോൾട്ടേജ് ഇൻ ദ രണ്ട് ടെർമിനൽസ്, ഈ രണ്ട് ടെർമിനൽസ് നിങ്ങൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ EMF വിൽ ബി ഇൻഡ്യൂസ് ഇൻ ദ കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ EB. നിങ്ങൾ ഇൻപുട്ട് മോട്ടറിലേക്ക് കൊടുക്കുമ്പോൾ, ഇനി മോട്ടറുമായിട്ട് കമ്പയർ ചെയ്യുക, ഇൻപുട്ട് മോട്ടറിലേക്ക് കൊടുക്കുമ്പോൾ, മോട്ടറിൽ കൊടുക്കുന്ന ഇൻപുട്ട് ഇലക്ട്രിക്കൽ ഇൻപുട്ട്, ഓക്കെ, ഇലക്ട്രിക്കൽ ഇൻപുട്ട് മോട്ടറിലേക്ക് കൊടുക്കുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. കറണ്ട് എന്ത് ചെയ്യും, അതിലെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ ഫ്ലോ ചെയ്യുന്ന, ഈ ആർമേച്ചറിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് will be such that it opposes the current produced due to supply voltage. Clear? ഈ ഒപ്പോസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒപ്പോസസ് ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യുവർ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, അതായത് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ സപ്ലൈ വോൾട്ടേജ്. അതായത് നിങ്ങളുടെ ഇപ്പോൾ സപ്ലൈ വോൾട്ടേജ് ഇവിടെ കൊടുത്തു, നിങ്ങൾക്ക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു, ആർമേച്ചറിലൂടെ കറണ്ട് ഫ്ലോ വേണം, ശരിയല്ലേ? ഇതാണ് നിങ്ങളുടെ ആർമേച്ചറിലൂടെയുള്ള കറണ്ട് ഫ്ലോ. അതായത് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന കാരണമാണ് നിങ്ങൾക്ക് ആർമേച്ചറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അതായത് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു, EMF ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു, ആർമേച്ചർ കറണ്ട് ഉണ്ടാവുന്നു. ഈ ഉണ്ടായ ആർമേച്ചർ കറണ്ട് എങ്ങനെയാവണമെന്നാണ് പറയുന്നത്? ഈ ഡയറക്ഷനിലാവണമെന്നാണ് പറയുന്നത്. അതായത് ഈ ഡയറക്ഷനിൽ ആവുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഈ ബാക്ക് EMF എന്ന് പറയുന്നത് എന്താവണം, ഈ സപ്ലൈ വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ബാക്ക് EMF ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ക്ലിയർ? ബാക്ക് EMF ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ട് യു കോൾ, നമ്മുടെ ബാക്ക് EMF സപ്ലൈ വോൾട്ടേജിനെ നമ്മൾ ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതെന്താണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ സാധാരണ ഒരു ഇൻഡക്ടർ ആലോചിക്കാം, ഒരു സാധാരണ ഒരു കോയിൽ. നമ്മൾ ഈ കോയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് പ്രോപ്പർട്ടിയാണ്? കണ്ടക്ടർ, ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇൻഡക്ടറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇൻഡക്ടറിന്റെ പ്രത്യേകത? അതായത് ഞാൻ പറയുന്നു, ഇഫ് സപ്പോസ് നിങ്ങൾ ഈ കോയിലിലേക്ക് ഒരു വോൾട്ടേജ്, എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നു, കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഫോർമുലയാണ് L×di/dt. ശരിയല്ലേ? അല്ലെങ്കിൽ L×I പോട്ടെ, L×I. അപ്പൊ ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു വോൾട്ടേജ്, എക്സ്റ്റേണൽ ഒരു വോൾട്ടേജ് കൊടുത്തു, എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്തു, കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്തു, അൾട്ടിമേറ്റ്ലി കറണ്ട് പ്രൊഡക്ഷൻ നടന്നു. അതായത് ഇങ്ങനെ, ഇതൊരു സീരീസ് ആണ്. ഇത് വോൾട്ടേജ്, ഇത് EMF, ഇത് കറണ്ട്. ഓക്കെ, അപ്പം ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കാരണമാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്, ശരിയല്ലേ? ഈ ഇൻഡ്യൂസ് ചെയ്ത EMFനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബാക്ക് EMF എന്ന് പറയുന്നത്. അതിന് എന്തുകൊണ്ടാണ് ബാക്ക് EMF അല്ലെങ്കിൽ കൗണ്ടർ EMF എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡക്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി? നിങ്ങൾ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദ ഇൻഡക്ടർ വിൽ ഒപ്പോസ്, അല്ലെങ്കിൽ ഇൻഡക്ടർ വിൽ ഒപ്പോസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. ചേഞ്ച് ഇൻ കറണ്ട് ഒപ്പോസ് ചെയ്യുക, കറണ്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം സംഭവിച്ചത് അത് ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് കറണ്ടിന്റെ പ്രോപ്പർട്ടി. ഓക്കെ, അതായത് ഇഫ് നമ്മളൊരു ഇൻഡക്ടറിൽ ഒരു കറണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, കറണ്ട് പ്രൊഡക്ഷൻ നടന്നു. ഇഫ് നമ്മളുടെ കറണ്ട് റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ EMFും റിവേഴ്സ് ആവുമല്ലോ, അല്ലെ? ഇങ്ങനെ EMF റിവേഴ്സ് ചെയ്യാൻ ആരനുവദിക്കില്ല? നമ്മളുടെ ഇൻഡക്ടർ അനുവദിക്കില്ല. അതാണ് ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി. അതായത് ഇൻഡക്ടറിൽ കറണ്ട് റിവേഴ്സൽ എന്തല്ല, പോസിബിൾ അല്ല. കറണ്ട് റിവേഴ്സൽ ഇസ് നോട്ട് പോസിബിൾ ഇൻ ദ ഇൻഡക്ടർ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത് ഇൻഡക്ടർ വിൽ ഓൾവേസ് ഓപ്പോസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ പറയുന്നു, നമ്മളുടെ ഈ കറണ്ട് ഉണ്ടാവാനുള്ള അൾട്ടിമേറ്റ്ലി കാരണം ആരാ? അതായത് ഈ കറണ്ട് ഉണ്ടാവാനുള്ള അൾട്ടിമേറ്റ് കാരണം എന്താ? ഈ കറണ്ട് ഉണ്ടാവാനുള്ള അൾട്ടിമേറ്റ് കോസ്, വെരി കോസ്, നമ്മൾ പറയാറുള്ള വെരി കോസ് ആരാണ്? വെരി കോസ് നമ്മുടെ ഈ സപ്ലൈ വോൾട്ടേജ് അല്ലേ, ശരിയല്ലേ? അതായത് ഈ സപ്ലൈ വോൾട്ടേജ് കാരണമാണ് ഈ ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഈ കറണ്ട് ഫ്ലോ, ശരിയല്ലേ? അപ്പൊ ഈ സപ്ലൈ വോൾട്ടേജ് കാരണം കറണ്ട് ഫ്ലോ ഉള്ളത്, കറണ്ട് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ
അല്ലെങ്കിൽ ഇഫ് ദ കറണ്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ബാക്ക് ഇ എം എഫ് ഈ കറണ്ടിനെ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. ഈ ബാക്ക് ഇ എം എഫ് ഈ കറണ്ടിനെ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. അതായത് ഈ ബാക്ക് ഇ എം എഫും കറണ്ടും ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടും എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ? പറഞ്ഞു വരുമ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നതിന്റെ ഉണ്ടാകാനുള്ള അൾട്ടിമേറ്റ് കാരണം ആരാ? വോൾട്ടേജ് അല്ലേ. അതായത് ഈ ബാക്ക് ഇ എം എഫ് ഈസ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതിന് പകരം നമുക്ക് പറയാം ഈ ബാക്ക് ഇ എം എഫ് ഇതിന്റെ അൾട്ടിമേറ്റ് കാരണക്കാരനായ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും എന്നല്ലേ പറയേണ്ടത്. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഈ ബാക്ക് ഇ എം എഫ് ആരെ ഒപ്പോസ് ചെയ്യുന്നു? സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ ആ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ശരിക്കും കാണുന്നത്. മനസ്സിലായി? ആ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ അകത്തുള്ള ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാൻ, ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള യഥാർത്ഥ കാരണക്കാരൻ ആരാണ്? സപ്ലൈ വോൾട്ടേജ് ആണ്. ആ സപ്ലൈ വോൾട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഈ ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തതും ഈ ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നതും. അപ്പൊ അൾട്ടിമേറ്റ് എന്റെ റിസൾട്ട് കറണ്ട് ഫ്ലോ ആണ്. അപ്പൊ ഈ കറണ്ട് ഫ്ലോവും ഈ പറഞ്ഞ കറണ്ട് ഫ്ലോയിൽ എന്തെങ്കിലും റിവേഴ്സൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരെയും എഫക്ട് ചെയ്യും? ഇത് നമ്മൾ ഇ എം എഫിനെ അഫക്ട് ചെയ്യും. ഈ ഇ എം എഫും കറണ്ടും ഒപ്പോസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ആ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി ആയ ഇൻഡക്ടർ ഓൾവേസ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. അല്ലെ? കറണ്ടിന് എന്ത് ചെയ്യും? എപ്പോഴും ഒപ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതാണ് അതിന്റെ പ്രോപ്പർട്ടി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കറണ്ട് റിവേഴ്സൽ എവിടെ നടക്കില്ല? ഇൻഡക്ടറിൽ നടക്കില്ല. അങ്ങനെ കറണ്ട് റിവേഴ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ ഈ ഇ എം എഫ് ഏതിനെ ഒപ്പോസ് ചെയ്യുന്നത്? നമ്മളുടെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആ കറണ്ടിന്റെ കാരണക്കാരനായ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നത് നമുക്ക് പറയാം. അങ്ങനെയാണ് ഈ ബാക്ക് ഇ എം എഫ് ആരെ ഒപ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് റിവേഴ്സൽ ഇത് എല്ലാ മെഷീനും ഉണ്ട്. എല്ലാ മെഷീനിലും അതിന്റെ ഇൻഡക്ടറിന്റെ ക്യാരക്ടറാണ്. അപ്പൊ ഇൻഡക്ടർ ഒരിക്കലും ആ റിവേഴ്സലിന് ഒരിക്കലും എന്ത് ചെയ്യില്ല? പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ലെൻസ് ലോന്റെ എഫക്ട് കൃത്യമായിട്ട് വരുന്നത്. ഇതാണ് ഇതിന്റെ കോർ കൺസെപ്റ്റ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മള് ഇ എം എഫും അതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ കിട്ടുന്നത്. അതായത് ഇ ബി ഇസ് ഈക്വൽ ടു വി ടി മൈനസ് ഐ എ ആർ. അതായത് നമ്മളുടെ ബാക്ക് ഇ എം എഫ് കറണ്ട് എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ? നമ്മളെ ബാക്ക് ഇ എം എഫ് കൂടുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം. So the direction of back EMF is opposite to the applied voltage. ഇതാണ് ഇതിന്റെ കോർ കൺസെപ്റ്റ്. ബാക്ക് EMF is opposite to the applied voltage. ഓക്കെ, ഇതാണ് ബാക്ക് EMFന്റെ പരിപാടി. ഇനി എന്താണ് ഇങ്ങനെ ബാക്ക് EMF ഉണ്ടാവുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എനർജി കൺവേർഷൻ ഉണ്ടല്ലോ. ഏത് എനർജി കൺവേർഷൻ? ഈ ഇലക്ട്രിക്കൽ നിന്ന് മെക്കാനിക്കലിലേക്കുള്ള എനർജി കൺവേർഷൻ. ഈ എനർജി കൺവേർഷൻ ഇൻ ഡി സി മോട്ടർ ഈസ് ബിക്കോസ് ഓഫ് ദിസ് ബാക്ക് EMF. ഈ ബാക്ക് EMF കാരണമാണ് ഈ എനർജി കൺവേർഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പറയാം ദിസ് ബാക്ക് EMF makes the motor a self-regulating machine. ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മെഷീൻ ആയിട്ട് നമ്മുടെ മോട്ടറിനെ മാറ്റുന്നതും ഈ പറഞ്ഞ ബാക്ക് EMF ആണ്. ഓക്കെ, എങ്ങനെയാണ് ഈ എനർജി കൺവേർഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. അതായത് പറഞ്ഞു ബാക്ക് EMFഉം ആർമേച്ചർ കറണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. സച്ച് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതായത് വി ഹാവ് ടു ഡു സം ഇലക്ട്രിക്കൽ വർക്ക്. കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് നമ്മൾ ചെയ്യണം. എന്തിന്? ഈ ആർമേച്ചർ കറണ്ടിനെ ഈ ബാക്ക് EMFന്റെ ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണം. ശരിയല്ലേ? എന്നാൽ മാത്രമേ ഈ ബാക്ക് EMFും ഈ ആർമേച്ചർ കറണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലാതെ വെറുതെ ഒന്നും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കൂല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ഓപ്പോസിറ്റ് ആയി നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക്കൽ വർക്ക്. ഇത് മൊത്തം ഇലക്ട്രിക്കൽ വർക്കാണല്ലോ. അപ്പം
the total electrical work that is for inducing the current. ഈ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടോട്ടൽ ഇലക്ട്രിക്കൽ വർക്ക് ഈസ് സച്ച് ദാറ്റ് അതെന്തിനാ ചെയ്യുന്നത്? ഈ ബാക്ക് EMF-ന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനല്ലേ. അപ്പൊ ഈ ബാക്ക് EMF-ന് അഗെയിൻസ്റ്റ് ആയി നിൽക്കാനുള്ള ഈ ടോട്ടൽ ഇലക്ട്രിക്കൽ വർക്ക്, അതായത് ഇൻഡ്യൂസ്ഡ് ആർമേച്ചർ കറണ്ടിനെ ഇതിന് ഓപ്പോസിറ്റ് ആക്കാൻ എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത്, ആ വർക്കാണ് ആക്ച്വലി ഏതിലേക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? മെക്കാനിക്കലിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ വർക്ക് കൊണ്ടാണ് ഈ ആർമേച്ചർ കറണ്ട് EMF-ഉം ഓപ്പോസിറ്റിൽ നിൽക്കുന്നത്. ആ EMF-ന് ഓപ്പോസിറ്റ് നിർത്താൻ വേണ്ടി ആർമേച്ചർ കറണ്ട് ഒരു വർക്ക് നടത്തുന്നുണ്ട്. ആ വർക്ക് ആണ് ആക്ച്വലി ഏതിലേക്ക് കൺവേർട്ട് ആവുന്നത്? മെക്കാനിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദ ടോട്ടൽ എനർജി റിക്വയർഡ്, എഴുതി വെച്ചോ, ദ ടോട്ടൽ electrical energy that we require for inducing the armature current against the back EMF. ബാക്ക് EMF-നെതിരെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആർമേച്ചർ കറണ്ട് ഉണ്ടാക്കാനുള്ള ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് into the mechanical work. ആ എനർജിയാണ് ആക്ച്വലി ഇതിലേക്ക് മാറുന്നത്? മെക്കാനിക്കൽ വർക്കിലേക്ക് മാറുന്നത്. ഓക്കെ, ഈ മെക്കാനിക്കൽ വർക്കാണ്, ദിസ് മെക്കാനിക്കൽ വർക്ക് ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് ദ മെക്കാനിക്കൽ ലോഡ്. ഏതാണോ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ലോഡിനെ നയിക്കാനുള്ള വർക്ക് ഇത്തരത്തിലാണ് കിട്ടുന്നത്. അങ്ങനെ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു റോള് ഈ DC മോട്ടറിൽ വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അങ്ങനെയാണ് ഈ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയിലേക്കുള്ള കൺവേർഷൻ പോസിബിൾ ആവുന്നത്. കാരണം നമ്മളെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ല. അല്ലാതെ നമ്മൾ നേരത്തെ ജനറേറ്ററിൽ പഠിച്ച പോലെ നമുക്ക് ഇലക്ട്രിക്കൽ അല്ലല്ലോ കിട്ടുന്നത്. നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്? നമ്മൾ മെക്കാനിക്കൽ ഇത് ഇൻപുട്ട് കൊടുത്ത് നമ്മൾ ഇലക്ട്രിക്കൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ല. നമുക്ക് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ലഭിച്ചത് നമുക്ക് AC ആയി അതിനെ DC-യിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ കമ്മ്യൂട്ടേറ്ററൊക്കെ യൂസ് ചെയ്തു. അങ്ങനത്തെ പരിപാടിയെല്ലാം നമ്മളിവിടെ ആക്ച്വലി നടക്കുന്നത്. ശരിയല്ലേ? നമുക്ക് എന്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നത്? ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം. അത് സ്പീഡും ടോർക്കും തമ്മിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഏതിൽ വരുന്നത്? കൂടുതൽ മോട്ടറിൽ വരുന്നത്. ശരിയല്ലേ? മോട്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്പീഡും ടോർക്കും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്കുകളായിരിക്കും. വേറാസ് നമ്മളുടെ ജനറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ മൊത്തം വോൾട്ടേജും കറണ്ടും വെച്ചിട്ടാണ്. ശരിയല്ല? അതാണ് അതിന്റെ വ്യത്യാസം. ഇവിടെ വോൾട്ടേജും കറണ്ടും, അവിടെ എന്താണ്? സ്പീഡും ടോർക്കും. ക്ലിയർ? അപ്പോൾ അതാണ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമതൊരു പോയിന്റ് പറഞ്ഞു. എന്താ ഒരു പോയിന്റ്? ഈ ബാക്ക് EMF കാരണം, അല്ലെങ്കിൽ ദിസ് ബാക്ക് EMF മേക്സ് ദ മോട്ടറിന് എന്ത് ചെയ്യും? ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മെഷീനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെൽഫ് റെഗുലേറ്റിംഗ് മെഷീനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാണാം എന്നാണ് പറയുന്നത്. സെൽഫ് റെഗുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ആദ്യം അറിയണം. സെൽഫ് റെഗുലേറ്റിംഗ് മീൻസ് ദ ടോർക്ക് ഇൻഡ്യൂസസ് ഓൺ ദ മോട്ടർ. മോട്ടറിൽ ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യല്ല, അതല്ല പറഞ്ഞ ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ദ ടോർക്ക് ഇൻഡ്യൂസസ് ഓൺ ദ മോട്ടർ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റിനനുസരിച്ച് മോട്ടറിൽ ടോർക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് പറയുന്നത് സെൽഫ് റെഗുലേറ്റിംഗ്. ഫിക്സഡ് അല്ല. മോട്ടറിന് എന്താണോ ആവശ്യം, അല്ല എന്താണോ റിക്വയർമെന്റ്, അതിനനുസരിച്ച് ടോർക്ക് മോട്ടറിൽ ഉണ്ടാകുന്നതിനെയാണ് സെൽഫ് റെഗുലേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സെൽഫ് റെഗുലേറ്റിംഗ് ആക്ച്വലി 3 കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. 3 കണ്ടീഷൻസ്. ഓക്കെ, ആ 3 കണ്ടീഷൻ ഇങ്ങനെയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഒന്നാമത്തെ കണ്ടീഷൻ, മോട്ടർ ഈസ് റണ്ണിങ് ഓൺ നോ ലോഡിൽ. നോ ലോഡിൽ മോട്ടർ റൺ ചെയ്യുന്നു. Then suddenly the load increases suddenly. Then load is suddenly decreased. അല്ലെങ്കിൽ when load suddenly decreases. ആദ്യം മോട്ടറിൽ എന്തില്ല? ലോഡില്ലാത്ത സമയത്തുള്ള എന്താ അവസ്ഥ? അതായത്
മോട്ടറിൽ ലോഡ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോട്ടർ കുറച്ച് ടോർക്കേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? എന്തുകൊണ്ടാണ്? അതായത് മോട്ടർ റിക്വയർസ് ഓൺലി ലെസ് ടോർക്ക്. മോട്ടറിന് കുറച്ച് ടോർക്ക് മതി, കാരണം ലോഡൊന്നും ഇല്ലല്ലോ. ലോഡില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്ര ആവശ്യമുള്ളൂ, കാരണം വർക്ക് ചെയ്യണ്ട. മെക്കാനിക്കൽ ലോഡ് ഇല്ലാത്തടത്തോളം കാലം അധികം വർക്ക് ചെയ്യണ്ട. അപ്പോൾ വർക്ക് ചെയ്യേണ്ടതാണ് അധികം കറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മോട്ടർ റിക്വയർസ് ഓൺലി ലെസ് ടോർക്ക്. മോട്ടർ റിക്വയർസ് ഓൺലി ലെസ് ടോർക്ക്. ഓക്കെ, അപ്പൊ ലെസ് ടോർക്ക് എന്ന് പറയുമ്പോൾ ഈ ടോർക്കും നമ്മുടെ കറണ്ട് നമ്മുടെ റിലേഷൻ ഉണ്ട്. അതായത് ടോർക്ക് പ്രപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട് ആണ്. അപ്പൊ ടോർക്ക് കുറവ് മതി എന്ന് പറഞ്ഞാൽ കുറച്ച് കറണ്ട് എവിടെ ഇൻഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? കണ്ടക്ടറിൽ. സ്മോൾ കറണ്ട് ഈസ് അല്ലെങ്കിൽ സ്മോൾ കറണ്ട് ഇൻഡ്യൂസസ് ഇൻ ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ ചെറിയ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കറണ്ട് കുറച്ച് മതിയെങ്കിൽ ബാക്ക് ഇ എം എഫ് എന്താണ് റിലേഷൻ വരിക? അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. വി ടി ഈസ് ഈക്വൽ ടു ഇ ബി ഈസ് ഈക്വൽ ടു വി ടി മൈനസ് ഐ എ ആർ. അതായത് ബാക്ക് ഇ എം എഫും കറണ്ടും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ശരിയല്ലേ? അപ്പം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ഇൻ ദ സെൻസ് നമ്മളിത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവിടെ ബാക്ക് ഇ എം എഫ് രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് ആലോചിച്ചാലും മതി. അതായത് ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് ആലോചിക്കുമ്പോൾ കറണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ എന്ത് കൂടുതലാണ്? ബാക്ക് ഇ എം എഫ് എന്ത് ചെയ്യലാണ്? കൂടുതലാണ് അല്ലെ? അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് യുവർ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് ഈ പറഞ്ഞ ബാക്ക് ഇ എം എഫ്. ആ ബാക്ക് ഇ എം എഫ് എന്താണ്? വളരെ കൂടുതലാണ്. ശരിയല്ലേ? ആ ബാക്ക് ഇ എം എഫ് കൂടുതലാണെന്ന് മാത്രമല്ല, ആ ബാക്ക് ഇ എം എഫ് വിൽ ബി നിയർലി ഈക്വൽ ടു യുവർ സപ്ലൈ വോൾട്ടേജ്. സപ്ലൈ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അതിന്റെ കാരണം എന്താ? ലോഡൊന്നും ഇല്ല. അതായത് ലോഡ് ഇല്ല എന്ന് പറഞ്ഞാൽ ഐ എം ആറായിരത്തി എന്താ? 0. അപ്പം ഇറ്റ് വിൽ ബി നിയർലി ഈക്വൽ ടു യുവർ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, അതാണ് നോ ലോഡിൽ സംഭവിക്കുന്നത്. ഇനി പതുക്കെ ലോഡ് കൂട്ടുകയാണ്. അതായത് ലോഡ് റിക്വയർമെന്റ് കൂടുതലാണ്. അതായത് നമുക്ക് ലോഡ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ലോഡ് വേണം. അപ്പൊ ലോഡ് കാരണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും എന്ത് ചെയ്യേണ്ടി വരും? ടോർക്ക് കൂട്ടേണ്ടി വരും. ശരിയല്ലേ? അപ്പൊ ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് വാട്ട് വിൽ ഹാപ്പൻ ടു യുവർ സ്പീഡ്? നിങ്ങളുടെ മോട്ടറിന്റെ സ്പീഡിന് എന്ത് സംഭവിക്കും? നോ ലോഡിലാവുമ്പോൾ എന്താ സംഭവിക്കുക? നോ ലോഡ് നടക്കട്ടെ. അപ്പൊ ലോഡ് കൂടുന്നതിനനുസരിച്ച് മോട്ടറിന്റെ സ്പീഡ് എന്ത് സംഭവിക്കുക? മോട്ടറിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? അതായത് മോട്ടറിന്റെ സ്പീഡ് ഫോൾസ് ഡൗൺ. ഓക്കെ, അപ്പം മോട്ടറിന്റെ സ്പീഡ് ഫോൾസ് ഡൗൺ എന്ന് മാത്രമല്ല, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ബാക്ക് ഇ എം എഫ് നേരത്തെ ലോ ലോഡിൽ വളരെ കൂടുതലായിരുന്നു. ഇതെന്ത് ചെയ്യും? ബാക്ക് ഇ എം എഫ് ഓൾസോ ഡിക്രീസസ്. ബാക്ക് ഇ എം എഫ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലാർജ് കറണ്ട് നമ്മൾ ഡ്രോ ചെയ്യേണ്ടി വരും അല്ലെ? എന്തിനാ ലാർജ് കറണ്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നത്? അത്രയ്ക്കും ടോർക്ക് വേണ്ടേ? ടോർക്ക് കൂടണ്ടേ? അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഇൻക്രീസസ്. അങ്ങനെ ഹൈ വാല്യൂ ഓഫ് ടോർക്ക് വേണം. എന്തിന്? നമ്മുടെ ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് ഹൈ വാല്യൂ ഓഫ് ടോർക്ക് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ മോട്ടർ കറങ്ങുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ടോർക്ക് ഒപ്റ്റെയിൻ ചെയ്യാനുള്ള അൾട്ടിമേറ്റ്ലി കാരണം ആരാ? ബാക്ക് ഇ എം എഫ് അല്ലേ? അപ്പൊ ദ റീസൺ ഫോർ ഒപ്റ്റെയിനിങ് ദ ടോർക്ക് ഈസ് ബിക്കോസ് ഓഫ് യുവർ ബാക്ക് ഇ എം എഫ്. ഓക്കെ, ദെൻ അടുത്ത് സഡൻലി ലോഡ് കുറക്കുവാന്ന് വിചാരിക്കും. അങ്ങനെ ലോഡ് കുറക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? സ്പീഡ് കൂടുന്നെന്ന് അർത്ഥം. സ്പീഡ് കൂടുന്ന പറഞ്ഞാൽ ബാക്ക് ഇ എം എഫ് എന്ത് ചെയ്യും? കൂടും. ബാക്ക് ഇ എം എഫ് കൂടാന്ന് പറഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് കുറയും. കറണ്ട് ഫോൾസ് ഡൗൺ. കറണ്ട് ഫോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ടോർക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അത്ര ടോർക്ക് മതി, കാരണം ലോഡ് കുറയ്ക്കുകയാണ്. അപ്പൊ അധികം ടോർക്കിന്റെ ആവശ്യമില്ല. അപ്പൊ എന്റെ റിസൾട്ട് ടോർക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് മതിയാവും. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് നമ്മൾ പറഞ്ഞത്? നിങ്ങളുടെ സെൽഫ് റെഗുലേറ്റിംഗ് ആക്കാൻ ആര് സഹായിക്കും? നമ്മളുടെ ബാക്ക് ഇ എം എഫ് സഹായിക്കും. ശരിയല്ലേ? അങ്ങനെ ബാക്ക് ഇ എം എഫ് മാറുന്നതിനനുസരിച്ച് നമ്മളുടെ എന്തും മാറുന്നു? ടോർക്കും മാറുന്നു. ശരിയല്ലേ? അങ്ങനെ ടോർക്ക് നമുക്ക് ഈ ബാക്ക് ഇ എം എഫ് അനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ ടോർക്കിന്റെ എന്താണ് സെൽഫ് റെഗുലേറ്റിംഗിന്റെ ഡെഫിനിഷൻ? ദ ടോർക്ക് ഇൻഡ്യൂസസ് ഓൺ ദ മോട്ടർ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്. റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് ടോർക്കിനെ അങ്ങോട്ട് കൂട്ടാനും കുറക്കാനും ഒക്കെ സഹായിക്കുന്ന ആള് ആരാണ്? ബാക്ക് ഇ എം എഫ് ആണ്.
ആ ബാക്ക് ഇ എം എഫ് ഇങ്ങനെ ടോർക്കിനെ നമ്മളെ ആവശ്യത്തിന് സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഡി സി മോട്ടറിനെ എന്ത് വിളിക്കുന്നു, ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ? അപ്പോൾ ആ ബാക്ക് ഇ എം എഫ് ഉള്ളത് കൊണ്ടാണ് ഈ സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്, ഇല്ലെങ്കിൽ അതിനെ സാധിക്കില്ല. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ക്ലിയർ ആയോ? ഇതാണ് നമുക്ക് ഈ ബാക്ക് ഇ എം എഫിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാനുള്ളത്. ബാക്ക് ഇ എം എഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൺസെപ്റ്റ് ആണ്, വേറെ ഇതിലൊന്നും വേറെ എക്സ്ട്രാ ഒന്നും പുതിയതായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോകാവുന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ബാക്ക് ഇ എം എഫിന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോ ആ പ്രോസസ് അല്ല ബാക്ക് ഇ എം എഫ് എന്ന പ്രോഗ്രാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. ബാക്ക് ഇ എം എഫ് ഇതാണ് സംഭവം, ഇതുകൊണ്ടാണ് വർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സെൽഫ് റെഗുലേറ്റിംഗ് മെഷീനാണ് എന്നുള്ള കൺസെപ്റ്റുകൾ ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ഇന്നലെ ഇ എം എഫ് ഇക്വേഷൻ പഠിച്ചിരുന്നു, ശരിയല്ലേ? ഇ എം എഫ് ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇ എം എഫ് ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? ഇ ഈസ് ഈക്വൽ ടു 5Zn/60 ഇൻറ്റു പി ബൈ എ. ശരിയല്ലേ? അതായത് നമുക്ക് ഇതിനിങ്ങനെ മാറ്റിയതാം, പി ബൈ 60A ഇൻറ്റു 5 ഇൻറ്റു എൻ. പി Z/60A ഇൻറ്റു 5 ഇൻറ്റു എൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാമെന്ന് പറഞ്ഞു അല്ലേ? ഇത് ആക്ച്വലി വേറൊരു മെത്തേഡിൽ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഒരു ഹെഡിങ് കൊടുത്തു, ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. ആ മെത്തേഡ് ജസ്റ്റ് ഓർത്ത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, ആ മെത്തേഡിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടറിലെ ഇ എം എഫ്, നമുക്ക് ഇ എം എഫിന് വേറൊരു ഇക്വേഷൻ ഉണ്ട് നമുക്കറിയാം. മോഷണൽ ഇ എം എഫ് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ, മോഷണൽ ഇ എം എഫ് ഇസ് ഡിഫൈൻഡ് ആസ് ബി ഇൻറ്റു എൽ ഇൻറ്റു. ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, അത് ഓർത്ത് വെക്കണം. നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ പഠിക്കുന്നുണ്ട്, അത് ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി സൈൻ തീറ്റ എന്ന് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് മോഷണൽ ഇ എം എഫ്, അതാണ് നമ്മൾ ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. അപ്പോൾ നമുക്ക് എഴുതാം ഇ എം എഫ് പെർ കണ്ടക്ടർ, ഇ എം എഫ് പെർ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ഇൻറ്റു ബി. ഓക്കെ, നമ്മളിവിടെ മൊത്തം ഏരിയ എടുക്കുന്നുണ്ട്. മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ 2πr ഇൻറ്റു എൽ ആണ്. നിങ്ങൾ ഈ പ്രൂഫ് ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇതിൽ ചില ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പ്രൂഫ് അറിയണമെന്നില്ല. എൻ്റെ റിസൾട്ട് ഇത് തന്നെയാണ്, എൻ്റെ റിസൾട്ട് പിന്നെയും വരിക. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് അതിലുള്ള ചെറിയ ചെറിയ ഹിൻറ്റുകൾ നിങ്ങൾക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ വരുന്നത് 2πrl. അപ്പം we can write 2 into r എന്ന ഡയമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ 2 into pi into d into l. ഓക്കെ, ദെൻ ഏരിയ പെർ പോൾ, ഇതാണല്ലോ ഏരിയ. അപ്പോൾ ഏരിയ പെർ പോൾ എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ ഏരിയ പെർ പോൾ ഡിവൈഡഡ് ബൈ പി. ഫ്ലക്സ് ഡെൻസിറ്റി പി ആരാ? 5/a, 5 ഡിവൈഡഡ് ബൈ പൈ ഡി എൽ ബൈ പി. ദാറ്റ് ഈസ് ഈക്വൽ ടു പി മുകളിൽ പോവും, 5p ഡിവൈഡഡ് ബൈ പൈ ഡി എൽ. ഇത് നിങ്ങൾ ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ കേസിൽ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി ബാക്ക് ടു ദിസ് ഇ എം എഫ് പെർ കണ്ടക്ടർ. അതിന് ഞാൻ ഇ കണ്ടക്ടർ എന്ന് എഴുതുന്നു. ബിക്ക് വരെ ഈ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ P5 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി ഇൻറ്റു എൽ ഇൻറ്റു എൽ ഇൻറ്റു ബി. എൽ ഇൻറ്റു ബി ഉണ്ടല്ലോ, എല്ലാം കട്ടാവും. P5V ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി എന്നാവും. ശരിയല്ലേ? വിക്ക് പകരം നമുക്കൊരു കാര്യം സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് നമ്മളിവിടെ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിക്കാം. ദിസ് കണ്ടക്ടർ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v. ഇത് ആക്ച്വലി ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ടാണ് v വിത്ത് റേഡിയസ് r. ഇങ്ങനെ ഒരു v അല്ല, ഒമേഗ ആംഗുലർ വെലോസിറ്റി ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഒമേഗ എന്ന് പറയുന്നത് ഏതാണ്? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, മൂവ് ചെയ്യാണ് വിത്ത് റേഡിയസ് r എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദ വെലോസിറ്റി ആസ് ഒമേഗ ഈസ് ഈക്വൽ സർക്കുലർ മോഷനിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒമേഗ ഇൻറ്റു r. കാരണം ഈ ആംഗുലർ വെലോസിറ്റി എത്ര റേഡിയസിലാണോ ഇത് കറങ്ങുന്നത്, അപ്പോൾ നമുക്ക് ആ വെലോസിറ്റി നമ്മൾ സാധാരണ വെലോസിറ്റി ആയിട്ട് മാറ്റാം. അതാണ് ഒമേഗ ഇൻറ്റു r. അപ്പോൾ ഇത് ഈ വിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? P5 ബൈ പൈ ഡി ഇൻറ്റു ഒമേഗ r എന്ന് എഴുതാം.
ഓക്കെ. ദെൻ നമ്മൾ ഇവിടെ അടിയിൽ 2πd എന്ന് എഴുതുന്നു. അടിയിൽ 2πd എന്ന് വെച്ചാൽ ഈ ആറിനെ 2d d/2 എന്ന് എഴുതാമല്ലോ, ശരിയല്ല? ആറിന് പകരം d/2 എന്ന് എഴുതിക്കൂടെ. അപ്പം അങ്ങനെയാണ് d/2 എന്ന് എഴുതുന്നത്. ഓക്കെ. ഇൻറ്റു ആരുണ്ട് p5, പിന്നെ ആരുണ്ട് ഒമേഗ. അപ്പം അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ആറിന് പകരം നമ്മൾ d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഈ ഡിയും, അതാണ് ഈ മുകളിലെ ഡിയും ഈ കാണുന്ന 2. ഓക്കെ. അപ്പം ഇൻറ്റു ഒമേഗൻ്റെ p5/πd. ഓക്കെ. ദെൻ എന്ത് വരും ബാക്കി? യു വിൽ ബി ഗെറ്റിംഗ് p5 ഇൻറ്റു ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി. ശരിയല്ലേ? ഇത് ഒരു ഫോർമുലയാണ്. p5 ഒമേഗ ബൈ 2π. ഈ ഫോർമുല ഓർത്ത് വെച്ചേക്ക്. ഇവിടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ തന്നിരിക്കുന്ന ഒമേഗ ഏത് യൂണിറ്റിലായിരിക്കണം? റേഡിയൻ പെർ സെക്കൻഡിലായിരിക്കണം. ഓക്കെ. ഇത് എങ്ങനെ RPMലേക്ക് വരുന്നു? അതായത് ഈ ഒമേഗയാണ് നമ്മൾ എങ്ങനെ മാറ്റി ചെയ്യുന്നത്? വി റൈറ്റ് ആസ് 2πn/60. ഈ ഒമേഗ ആണ് നമ്മുടെ എന്ത്? 2πn/60. ഇങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് ഏതിലേക്ക് വരുള്ളൂ? RPMലേക്ക് ഇക്വേഷൻ വരുള്ളൂ. ഓക്കെ. അപ്പം ആ RPMലേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒമേഗ 2πn/60 വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ? 2π റേഡിയനാണ്, ശരിയല്ലേ? അപ്പം ഒരു റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് എഴുതാം 2π റേഡിയൻ പെർ മിനിറ്റ്. ഓക്കെ. ആരാണ് ഈ റെവല്യൂഷൻ പെർ മിനിറ്റ്? റെവല്യൂഷൻ പെർ മിനിറ്റ്, അതല്ലേ ഈ RPM, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഒരു RPM ഈക്വൽ ടു 2π റേഡിയൻ പെർ മിനിറ്റ്. ഓക്കെ. സപ്പോസ് 60 RPM എടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പം 60 RPM എടുക്കുവാണെങ്കിൽ നമ്മൾ എഴുതണം 2π റേഡിയൻ പെർ സെക്കൻഡ്, ശരിയല്ലേ? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ അതിങ്ങോട്ട് വരുമ്പോൾ 60 RPM എന്ന് പറഞ്ഞാൽ നമുക്ക് 2π റേഡിയൻ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഈ സാധനമാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്ത്? നമ്മൾ ഒമേഗ ബൈ 2πക്കാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്? നമ്മൾ n/60 RPM എന്ന് എഴുതുന്നത്, ശരിയല്ലേ? അങ്ങനെയാണ് ആക്ച്വലി ഒമേഗ ഈക്വൽ ടു 2π അല്ല, 2π തന്നെ, 2πn/60 എന്ന് വരുന്നത്. ഓക്കെ. നിങ്ങൾ ഈ കൺവേർഷൻ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. റേഡിയൻ പെർ സെക്കൻഡുള്ള സാധനത്തിനെ നമ്മൾ RPMലേക്ക് മാറ്റാൻ 2πn/60 ചെയ്താൽ മതി. ഓക്കെ. അപ്പം നമ്മളുടെ EMF പെർ കണ്ടക്ടറിനെ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ ഒമേഗയ്ക്ക് പകരം ഇങ്ങനെയല്ല നേരത്തെ ഇക്വേഷൻ ഉണ്ടായത് 2/2π. ഇത് ഏതിലാണ്? റേഡിയൻ പെർ സെക്കൻഡ്, ഈ ഒമേഗ. ഓക്കെ. ഇതിൽ ഒമേഗയ്ക്ക് പകരം 2πn/60 കൊടുക്കുക. അപ്പം എന്ത് വരും? p5 2πn/60. So your equation will be 2π കട്ടായി np5/60. ഇങ്ങനെയാണ് ഒരു കണ്ടക്ടറിൻ്റെ EMF നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? np5/60 എന്ന് കിട്ടുന്നത്. നിങ്ങൾ ഒരു കണ്ടക്ടർ മാത്രമല്ല എടുക്കുന്നത്. if you are taking Z conductors, if you are taking Z conductors and each conductor has some parallel path A, then your equation will be np5/60 into Z/A. ഇതാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. 5Zn/60 into p/A എന്ന് എഴുതിയതും അതുപോലെ pZ/60A into 5 into n എന്ന് എഴുതും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെഴുതാം. ക്ലിയർ? ഈ കാണിച്ചിരിക്കുന്ന ഈ വാല്യൂവിനെ, ഏത് വാല്യൂ? നമ്മളുടെ pZ/60A അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ pZ/60 എന്ന് പറയാം, അല്ലെങ്കിൽ
നമുക്ക് ഈ ഇക്വേഷനെ, അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് ഇങ്ങനെയൊക്കെ എഴുതാമല്ലോ. PZ/60A ഇൻറ്റു N ഇൻറ്റു 5 എഴുതാം, തർക്കമൊന്നുമില്ല. അതുപോലെ PZ/2πA എന്ന് എഴുതിക്കൂടെ? എഴുതാം. എന്താണ് കണ്ടീഷൻ? നിങ്ങൾ ഈ എന്നിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഈ എന്നിന് പകരം ഒമേഗ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പം ഇവിടെ ഈ എന്നിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. അപ്പം എന്ത് കിട്ടും? PZ/60A ഇൻറ്റു 5 ഇൻറ്റു എന്നിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം എന്ത്? ഒമേഗ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ ഈ 60 കട്ടാവും. പിന്നെ ഏതെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ എന്താ കിട്ടും? PZ ഈ ടേമുകൾ PZ ഇവിടെ എഴുതി, ഡിനോമിനേറ്ററിൽ 2πA അതാണ് ഇവിടെ ഉള്ളത്. ബാക്കി ആരൊക്കെ വരും? 5 ഇൻറ്റു ഒമേഗ. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഒമേഗ 5 എന്ന് എഴുതാം. ക്ലിയർ? ഇത് 2 എഴുതിയാലും കറക്റ്റാണ്. ക്ലിയർ? അപ്പം E ഈസ് ഈക്വൽ ടു PZ/60A ഇൻറ്റു N5 എന്ന് എഴുതാം, അല്ലെങ്കിൽ PZ/2πA ഇൻറ്റു ഒമേഗ 5 എന്ന് എഴുതാം. ആകെ വ്യത്യാസം വരുന്നത് N മാറി ഒമേഗ ആവുന്നു, 60 മാറിയിട്ട് എന്താവുന്നു? 2π ആവുന്നു. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളിത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഈ തന്നിരിക്കുന്ന ഈ കോൺസ്റ്റന്റ് വാല്യൂ ഇല്ലേ, ഈ വാല്യൂ, ഇത് ഈ PZ/2πAനെ നമ്മൾ മെഷീൻ കോൺസ്റ്റന്റ് KM എന്നാക്കുന്നു. KMന്നോ വെറുതെ K എന്നിട്ടാലും കുഴപ്പമില്ല, KM എന്നാക്കിയാലും കുഴപ്പമില്ല. സപ്പോസ് അങ്ങനെ വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് EMF എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് K കോൺസ്റ്റന്റ് ആണ്, ഒമേഗ ഇൻറ്റു 5 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഒമേഗ ഇൻറ്റു 5 അല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ട് K ഇൻറ്റു N ഇൻറ്റു 5. എനിവേസ് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ EMF ഈസ് പ്രപ്പോർഷണൽ ടു യുവർ സ്പീഡ് ആൻഡ് യുവർ EMF ഈസ് പ്രപ്പോർഷണൽ ടു യുവർ ഫ്ലക്സ്. ഇതാണ് നമുക്ക് EMFിൽ നിന്ന് കിട്ടിയ ഇൻഫറൻസ്. ശരിയല്ലേ? EMF ഈസ് പ്രപ്പോർഷണൽ ടു N, അറ്റ് ദ സെയിം ടൈം EMF ഈസ് പ്രപ്പോർഷണൽ ടു 5. ക്ലിയർ? ആ 2 ഇൻഫറൻസുകളാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ യുവർ EMF. ഓർക്കേണ്ട കാര്യം, ഈ ഒമേഗ ഇൻറ്റു 5ക്ക് പ്രപ്പോർഷനാണ്, അല്ലെങ്കിൽ N ഇൻറ്റു 5ക്ക് പ്രപ്പോർഷനാണ് നിങ്ങളുടെ EMF എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആരെയും കണ്ടുപിടിക്കാം? ടോർക്ക് ഇക്വേഷനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആ ടോർക്ക് ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അത് ടോർക്ക് ഇക്വേഷനെ കണ്ടുപിടിക്കാം. ഓക്കെ, ടോർക്ക് ഇക്വേഷൻ കുറച്ചും കൂടി, ടോർക്ക് ഇക്വേഷൻ്റെ കാര്യത്തിൽ വേറെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ തീരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് യുവർ ബാക്ക് EMF ആൻഡ് യുവർ EMF ഇക്വേഷൻ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇപ്പോൾ ഡിഫറെൻറ്റ് തരത്തിൽ നമുക്ക് EMF ഇക്വേഷൻ എഴുതുന്നതും ബാക്ക് EMFും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ബാക്ക് EMF. അത് ക്ലിയർ ആക്കി വെക്കുക. അതിൽ വേറെ വലിയ നമുക്ക് പരീക്ഷയ്ക്ക് വലിയ യൂസ്ഫുൾ ഒന്നും ഇല്ലെങ്കിൽ ആ കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാക്കി ബാക്കി EMFിൻ്റെ കാര്യമൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പം തിയറി പോർഷൻസ് ആണ് DC മോട്ടർ എടുക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എടുക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ പറയാനുള്ളത്. ബാക്കിയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ ദെൻ, താങ്ക് യു.